നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊരു പോരാട്ട വീര്യമാണ് നമ്മൾ കണ്ടത്. ഓസ്ട്രിയ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. ഫ്രാൻസും ഹോളണ്ടുമുള്ള ഗ്രൂപ്പിൽ ഓസ്ട്രിയ ഒന്നാം സ്ഥാനത്ത്. ആബ്സല്യൂട്ട്ലി ഇത് റാൽഫ് റാഗ്നിക്കിന്റെ മാസ്റ്റർ ക്ലാസ് തന്നെയാണ്. വല്ലാത്തൊരു പോരാട്ട വീര്യമാണ് അവർ ഇന്ന് കാഴ്ചവെച്ചത്. അടി തിരിച്ചടി ഒടുവിൽ അവർ വിജയിച്ചുകയായിരുന്നു. ഇപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു ഓസ്ട്രിയ എന്ന് പറയുമ്പോൾ തുടക്കത്തിലൊന്നും ആരും, ഒരു പക്ഷേ ഫിക്സർ വന്നപ്പോഴൊന്നും ആരും അവരായിരിക്കും ഈ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് വരിക എന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ വമ്പന്മാരെയൊക്കെ മറികടന്ന് അവർ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. 3-2 നെതർലൻഡ്സിനെ അവർ ഇന്നത്തെ കളിയിൽ പരാജയപ്പെടുത്തിയത്. അവർക്ക് വേണ്ടി റൊബാനോസ്മീഡും സാബിറ്റ്സറുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ശേഷിക്കുന്ന ഗോളിൽ നെതർലൻഡ്സ് താരത്തിന്റെ ഓൺ ഗോളായിരുന്നു. മറുഭാഗത്ത് ഗാക്പോയും മെംഫിസ് ഡിപായുമാണ് നെതർലൻഡ്സിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ നെതർലൻഡ്സിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡിപായും ഗാക്പോയും ഒക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് അർണാട്ടോവിച്ചും സാബിറ്റ്സറും ചേർന്നുകൊണ്ടാണ് പ്രധാനമായും ഓസ്ട്രിയയുടെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഉണ്ടായിരുന്നത്. മത്സരത്തിന്റെ 6ാമത്തെ മിനിറ്റിൽ തന്നെ മലന്റെ ഓൺ ഗോള് ഓസ്ട്രിയക്ക് ലീഡ് നേടി കൊടുത്തിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലുമായിരുന്നു. ആദ്യ പകുതിയുടെ അവസാനത്തിലൊക്കെ അർണാട്ടോവിച്ചിന് ലഭിച്ച ആ ഒരു അവസരം എങ്ങനെയാണ് ഗോളാവാതെ പോയത് എന്നത് അത്ഭുതകരമായിരുന്നു. ഓസ്ട്രിയ മികച്ച പ്രകടനം നടത്തിയ പകുതിയായിരുന്നു അതെങ്കിൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ നെതർലൻഡ്സ് തിരിച്ചടിച്ചു. ഗാക്പോയിലൂടെ അവരൊപ്പം പിടിക്കുന്നു. എന്നാൽ 59ാമത്തെ മിനിറ്റിലെ സ്പെയിനിന്റെ ഗോൾ വരുന്നു. ഓസ്ട്രിയ 2-1 ലീഡ് വിട്ടുകൊടുക്കാതെ നെതർലൻഡ്സ് വീണ്ടും തിരിച്ചു പിടിക്കുന്നു. 75ാമത്തെ മിനിറ്റിലാണ് ഗാക്പോയുടെ ഗോൾ വന്നത്. റഫറി വാർ ചെക്ക് ചെയ്ത ശേഷം അത് ഗോളെന്ന് തന്നെ വിധിച്ചു. എന്നാൽ 2-2 സമനിലയിൽ തൃപ്തരാവാൻ ഓസ്ട്രിയ തയ്യാറായിരുന്നില്ല. 80ാമത്തെ മിനിറ്റിലാണ് മനോഹരമായൊരു നീക്കത്തിനൊടുവിൽ സാബിറ്റ്സർ പന്ത് വലയിലേക്ക് എത്തിക്കുന്നത്. 3-2 വിജയം അവര് ഒടുവിൽ സ്വന്തമാക്കുകയും ചെയ്തു. അതേസമയം ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തില് ഫ്രാൻസും പോളണ്ടും തമ്മിൽ 1-1 സമനിലയിലാണ് പിരിഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ഫ്രാൻസ് ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുന്നത്. ഫ്രാൻസിന് വേണ്ടി കിലിയൻ എംബാപ്പെ പെനാൽറ്റിയിലൂടെ ഗോൾ കണ്ടെത്തിയപ്പോൾ പോളണ്ടിന്റെ ഗോള് റോബർട്ട് ലെവൻഡോസ്കി പെനാൽറ്റിയിലൂടെയാണ് കണ്ടെത്തിയത്. ഏതായാലും ഗ്രൂപ്പ് ഡിയില് 1ാം സ്ഥാനത്ത് ഓസ്ട്രിയ 3 കളികൾ 6 പോയിന്റ്, 2 വിജയവും 1 തോൽവിയുമായിട്ട് അവർക്ക് 6 പോയിന്റ് ആണെങ്കിൽ 3 കളികളിൽ നിന്ന് 5 പോയിന്റാണ് ഫ്രാൻസിനുള്ളത്. നെതർലൻഡ്സിന് 3 കളികളിൽ നിന്ന് 4 പോയിന്റ്. നെതർലൻഡ്സ് 3ാം സ്ഥാനത്താണ്. ഓസ്ട്രിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടും ഫ്രാൻസ് 2ാം സ്ഥാനക്കാരുമായിട്ടും റൗണ്ട് ഓഫ് 16 കടന്നു. മികച്ച 3ാം സ്ഥാനക്കാരുടെ ഇടയിൽ നെതർലൻഡ്സും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അവരും അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.